റേഡിയോ ബെൻസിഗറിന്റെ 15ാം പിറവി ആഘോഷം നടന്നു. ഒരു നാടിനെയും സർവ്വജീവജാലങ്ങളെയും ചേർത്തുപിടിച്ച 1.5 പതിറ്റാണ്ടിന്റെ പോരാട്ടം. ആത്മഹത്യയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റും റേഡിയോ ബെൻസിഗറിന് സ്വന്തം. ഞാൻ ബോണി, എല്ലാവരെയും കാതോടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിക്കേണ്ട നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111. കാതോട് കാതോരം റേഡിയോ ബെൻസിഗറിന്റെ ജനകീയ പരിപാടികളിൽ മികച്ചത്. ഏറിയ പങ്കും തൊഴിലാളികളാണ് ശ്രോതാക്കൾ. അവരുടെ സന്തോഷം, നൊമ്പരം, ജീവിതാനുഭവങ്ങൾ സംഗീതം പോലെ സാന്ദ്രം. കൊല്ലം രൂപതയിലെ ഡയറക്ടർ ഫെഡിയച്ചന്റെ നേതൃത്വത്തിൽ ഏഴാൾപ്പട റേഡിയോ ബെൻസിഗറിനെ നയിക്കുന്നു. വിവിധ തുറകളിൽപ്പെട്ട 100ഓളം പേർ കമ്മ്യൂണിറ്റി റേഡിയോയുടെ കുടുംബാംഗങ്ങളാണ്. അതേസമയം ഒരു റേഡിയോ നിലയം ഓരോ വ്യക്തികളെ അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുവെന്ന് റേഡിയോ ബെൻസിഗറിന്റെ ഡയറക്ടർ ഫാദർ ഫ്രെഡിയുടെ വാക്കുകളിൽ വ്യക്തം. 65% ആൾക്കാർ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം റേഡിയോ കേൾക്കുന്നുണ്ട്. കാറിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലോ എവിടെയെങ്കിലും ആയിരിക്കാം. ഒരുപക്ഷെ അത് ഇത്തിരി ഇല്ല, അല്പം കുറഞ്ഞു പോയിട്ടുണ്ടാകാം ഇപ്പം, കാരണം വേറെ ഇപ്പോൾ 3-4 സ്റ്റേഷൻസ് വന്നു. പക്ഷെ എന്നിരുന്നാലും സാമാന്യം നല്ല ഒരു ഗ്രൂപ്പുണ്ട്, ശ്രോതാക്കളുടെ ഒരു സമൂഹമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. റേഡിയോ ബെൻസിഗറിന്റെ 15ാം വാർഷികം പിറന്നാൾ പോലെ ടീം റേഡിയോ ബെൻസിഗർ ആഘോഷിച്ചു. കാലാവസ്ഥാ പ്രവചനം, ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ്, ട്രാഫിക്, ലഹരിമുക്ത ബോധവൽക്കരണം, ആരോഗ്യ പരിപാടി, ആരോരും പറയാത്ത കൊല്ലത്തിന്റെ ചരിത്രം, കൗൺസിലിംഗ്, പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ നീളുകയാണ് റേഡിയോ ബെൻസിഗറിനെ കുറിച്ച്. 20ഓളം വ്യത്യസ്ത പരിപാടികളുണ്ട് സമൃദ്ധം. നമസ്കാരം, റേഡിയോ ബെൻസിഗറിലേക്ക് സ്വാഗതം. കാതോട് കാതോരമാണ്. ഈ കേൾക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ? അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ 15 വർഷമായി ഇങ്ങനെ പല പരിപാടികളിലൂടെ നമ്മുടെ ജനങ്ങളുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം പകരുന്നുണ്ട്, അവരുടെ ദുഃഖത്തിന് ഒപ്പം നിൽക്കുന്നുണ്ട്, അവർക്ക് പല വഴികാട്ടികളാവുന്നുണ്ട്, പലരെയും തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്തിന്, നേരത്തെ ഇതിൻ്റെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞതുപോലെ ആത്മഹത്യയിൽ നിന്ന് വരെ പലരെയും രക്ഷിച്ചതിൻ്റെ ഒരു അനുഭവമാണ് ഈ 15 വർഷത്തെ റേഡിയോ ബെൻസിഗറിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.